ഫാദർ ഡേവിസ് ചിറമൽ. എത്ര അനായാസമായാണ് ഈ മനുഷ്യസ്നേഹി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്നത്. പലരും പറയുന്നത് ഡേവിസ് അച്ഛനൊപ്പം നടന്ന് എത്തുക എന്നത് അത്ര കണ്ട് എളുപ്പമല്ല എന്നാണ്. മുമ്പേ നടക്കുന്നവൻ അഥവാ പുരോഹിതൻ എന്ന വാക്കിനർത്ഥം സാരവത്താകുന്നത് ഇങ്ങനെയാണല്ലോ. പ്രവൃത്തി പഥത്തിന്റെ വാതിൽപാളികൾ മുന്നിൽ തുറക്കുമ്പോഴൊക്കെ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും ഊർജപ്രവാഹമാകും ചിറമലച്ചൻ. സ്വജീവൻ പകുത്തു നൽകി ആരംഭിച്ച കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന്റെ കർമ്മമണ്ഡലത്തിലാവുമ്പോൾ പ്രത്യേകിച്ചും രോഗങ്ങളും ക്ലേശങ്ങളും നാൾക്കുനാൾ പെരുകുന്ന ഇക്കാലത്ത് സാന്ത്വനത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും നിറസാന്നിധ്യമായി അരികിലുണ്ടാവുക എന്നത് ജീവിത നിയോഗമായാണ് അച്ഛൻ കരുതുന്നത്. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് സേവനം നൽകുന്ന കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചും അവയവദാന പ്രസ്ഥാനത്തെക്കുറിച്ചും ചിറമലച്ചൻ സംസാരിക്കുന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2009 സെപ്റ്റംബർ 30 ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ആ സംഭവം ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അവയവദാനത്തിൻ്റെ ഒരു മഹാസന്ദേശവുമായി പോകാൻ എനിക്ക് അവസരം ദൈവം തന്നു എന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് മരണത്തിൽ നിന്ന് അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ എന്നൊരു ഉപകരണമാക്കി ദൈവം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അനേകം സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ സമയവും ആരോഗ്യവും സമ്പത്തും കൊണ്ട് ഇന്ന് 10-13 വർഷങ്ങൾ പിന്നിടുമ്പോൾ നൂറുകണക്കിന് പേരാണ് എന്നെപ്പോലെ തന്നെ ജീവിതത്തിൽ അവരെൻ്റെ വേദനകൾക്ക് ഉത്തരം നൽകാൻ സ്വന്തം ശരീരം മുറിച്ചു കൊടുക്കാൻ തയ്യാറായത്. അവരെയൊക്കെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രീ ഡയാലിസിസ് യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കേരളത്തിൽ ആദ്യമായിട്ടാണ് അത് തുടക്കം കുറിക്കുന്നത്. ഇന്ന് ധാരാളം പേര് ആ മാതൃകകൾ സ്വീകരിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ചെയ്യുന്നൊരു കാര്യം അനേകം പേർ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ സൗജന്യമായ ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കുന്നു. അത് ധാരാളം പേര് ഏറ്റെടുത്ത് ധാരാളം പ്രസ്ഥാനങ്ങൾ, ധാരാളം സ്ഥാപനങ്ങൾ, സർക്കാർ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അവയവദാനം, മരണശേഷം നമ്മൾ ഉപകാരമുള്ളവരായി അടക്കപ്പെടണം. ഉപകാരമില്ലാത്തൊരു വസ്തുവായി മരിച്ചിട്ട് എന്തൊട്ട കാര്യം, മരിച്ചു പോകുമ്പോൾ ഇനിയൊരു ഉപകാരമില്ലടോ എന്ന് പറയരുത്. മരിച്ചാലും നമ്മളെ കൊണ്ട് വാല്യൂ ഉള്ള ഒരു മരണമാക്കി നമുക്ക് മാറ്റണം. അതാണ് അവയവദാനം. ഈ സന്ദർഭത്തിൽ ഇതിനോടൊപ്പം നിൽക്കുന്ന സുമനസ്സുകളെ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ട്രസ്റ്റീസായും ഇതിൻ്റെ ബെനഫാക്ടർ മെമ്പേഴ്സ്, അതുപോലെ ഓർഡിനറി മെമ്പേഴ്സ്, ലൈഫ് മെമ്പേഴ്സായിട്ടൊക്കെയുള്ള അവരുടെ കോൺട്രിബ്യൂഷനാണ് ഇതിനെ നിലനിർത്തുന്നത്. ധാരാളം പേരെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിച്ചു. എന്നാൽ എല്ലാവരെയും നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നില്ല. ധാരാളം പേര് മാതൃകകൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കിഡ്നി നൽകിയ ഗോപി സന്തോഷത്തോടുകൂടെ ഒരു ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആനന്ദകരമായ ഒരു കാര്യം. ജീവിതത്തിൽ കൊടുക്കുന്നതിനൊരു സുഖമുണ്ട്, കിട്ടുന്നതിനൊരു സുഖമുണ്ട്. ഞാൻ കിട്ടുന്നതിൻ്റെ സുഖത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നതിൻ്റെ സുഖമാണ്. കിട്ടുന്നതിൻ്റെ സുഖം കിട്ടുമ്പോൾ കഴിയും, കൊടുക്കുന്നതിൻ്റെ സുഖം മരിച്ചാലും കഴിയില്ല. അതിനാൽ എന്നെ കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു തൂവൽ സ്പർശമായി തീർന്നിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമുണ്ട്. രാജ്യങ്ങൾ തോറും നടന്ന് മരണശേഷമെങ്കിലും നമ്മുടെ ജീവിതം ഉപകാരപ്രദമാകട്ടെ മറ്റുള്ളവർക്ക് എന്നുള്ള ബോധവൽക്കരണവുമായി ഞാൻ യാത്രയിലാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകണം. ഇത്രയും കാലം കേരളം മുഴുവൻ 4 പ്രാവശ്യം മാനവ കാരുണ്യയാത്ര നടത്തി അവയവദാനം ചെയ്യണമെന്ന് പ്രചരിപ്പിച്ചതിൻ്റെ ഫലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിക്കുകയാണ്. ജാതികൾക്കും മതത്തിനും പാർട്ടികൾക്കും അപ്പുറത്തായി മനുഷ്യൻ, അത് ലിംഗഭേദമില്ലാതെ കിഡ്നി രോഗവും കരൾ രോഗവും ഹൃദ്രോഗമൊക്കെ വരുമ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെല്ലാം ഒരു ജാതിയാണെന്ന്, മനുഷ്യജാതി. ചിറമലച്ചൻ്റെ മറ്റൊരു ആശയ സാക്ഷാത്കാരമായ ഹലോ റേഡിയോയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കീഴിലാണ് സാമൂഹിക റേഡിയോ ആയ ഹലോ റേഡിയോ 90.8 പ്രവർത്തനം. മറ്റ് സ്വകാര്യ FM റേഡിയോ സ്റ്റേഷനുകളിൽ നിന്നും വേറിട്ട്
വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി അഥവാ സാമൂഹിക റേഡിയോ സ്റ്റേഷനുകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞ ചിറമലച്ചൻ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന റേഡിയോ നിലയങ്ങൾ സന്ദർശിച്ചിട്ടാണ് ആ മാതൃകയെ അടിസ്ഥാനമാക്കി ഹലോ റേഡിയോ ആരംഭിക്കുന്നത്. പരിചിതരും അല്ലാത്തവരും പരസ്പരം ഉപചാരപൂർവ്വം പറയുന്ന ഹലോ എന്ന വാക്കെടുത്ത് റേഡിയോയ്ക്ക് ആ പേര് നൽകുന്നതിൽ പോലും അച്ഛൻ്റെ ആശയ സമീപനം പ്രകടമായിരുന്നു. സാധാരണ മനുഷ്യരുടെ ശബ്ദമാകുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ എന്ന ടാഗ് ലൈനും ഇത് അടിവരയിടുന്നു. അവയവദാനമെന്ന ആശയം ഉൾപ്പെടെ ആരോഗ്യരംഗത്തെ മുഖ്യധാരയാക്കി വിനോദ വിജ്ഞാന പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ റേഡിയോയുടെ ജനകീയ പ്രവർത്തനങ്ങളിലും ചിറമലച്ചൻ വ്യാപൃതനാണ്. ഹലോ റേഡിയോ, നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ. ഇതാണ് സംഭവം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്മ്യൂണിറ്റി റേഡിയോയിലാണ് ഞാനിരിക്കുന്നത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അവയവദാനം ജനങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള പുതിയ സംരംഭം. ജനങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഹലോ റേഡിയോ. അപ്പൊ ഇതാണ് ഹലോ റേഡിയോയുടെ ജനകീയമാകാനായിട്ടുള്ള ഏറ്റവും നല്ല സുവർണാവസരം. ഇതിലെ പ്രവർത്തകർക്കൊക്കെ എല്ലാ നന്മകളും നേരുന്നു. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സമൂഹത്തിന് നല്ല മാതൃകകളാണ്. ആ ആശയങ്ങളും ജീവിതം തന്നെ സന്ദേശമാക്കിയ ചിറമലച്ചൻ എപ്പോഴും പറയുന്നത് പോലെ പങ്കുവെക്കുന്നതിൻ്റെ പൊരുളാണ് സ്നേഹം. ആ സ്നേഹം പ്രകാശിതമായിക്കൊണ്ടിരിക്കട്ടെ എന്നുമെന്നും എപ്പോഴും.